രാഹുൽ ഈശ്വർ ഒന്നും അല്ലെന്നേ. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ ഓരോ കാര്യം പറയുന്നത് വേണം കേൾക്കാൻ. അവരുടെ അഭിപ്രായത്തിനോട് പലർക്കും പല അഭിപ്രായമായിരിക്കാം ഉണ്ടായിരിക്കുക. പക്ഷെ എന്ത് തന്നെ ആയാലും ദീപ രാഹുൽ ഈശ്വറിന്റെ സംസാരം എന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തമായി ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് അതിനുശേഷം മാത്രമേ പ്രതികരിക്കൂ എന്നുള്ളതാണ്. വലിയ അഗ്രസീവായിട്ടാണ് രാഹുൽ ഈശ്വർ എപ്പോഴും പ്രതികരിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തോട് പലർക്കും പല ആശയത്തോടും എതിർപ്പും വിയോജിപ്പും എന്നാൽ സപ്പോർട്ടീവും ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദീപ രാഹുൽ ഈശ്വർ ഒരു നിലപാടെടുത്താൽ പിന്നെ അതിനെക്കുറിച്ച് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പറഞ്ഞ് അതിലിനി ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും അതിനൊക്കെ കൃത്യമായി എന്റെ നിലപാട് ഇതാണ്, ഞാൻ എന്തുകൊണ്ട് ഇതിൽ വിശ്വസിക്കുന്നു, അതിന്റെ കാരണം ഇതാണ് എന്ന് പറയാൻ കാണിക്കുന്ന മനസ്സ്, പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എല്ലാത്തിനും കൃത്യമായ കയ്യടി ലഭിക്കേണ്ടതുണ്ട്. അല്പസമയം മുൻപ് ഒരു മാധ്യമത്തിൽ അവരുടെ ദീപ രാഹുൽ ഈശ്വറിന്റെ ഒരു ബൈറ്റ് അപ്ലോഡ് ആയിരുന്നു. ഏകദേശം 5 മിനിറ്റോളമാണ് ആ ബൈറ്റ് ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനമായും ദീപ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബൈറ്റ് കേട്ടു നോക്കിയത്. അതിൽ ദീപയോട് കൃത്യമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ദീപ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ആരാണ് ഇതിൽ അതിജീവത എന്നുള്ളതാണ്, ആരാണ് ഇര എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകൾ നമുക്ക് എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ആരാണ് ഇര? രാഹുൽ മാങ്കൂട്ടത്തിലാണോ, അല്ലെങ്കിൽ ആ അതിജീവതയാണോ, അതിജീവിതയുടെ കുടുംബമാണോ, അതിജീവിതയുടെ ഭർത്താവാണോ, ആരാണ് ഇതിൽ സത്യത്തിൽ ഇര എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ റിപ്പോർട്ടറിന് ഇത് അങ്ങോട്ട് മതിയാവുന്നില്ല, അതായത് പോരാ. കാരണം അതിജീവിതയെ അതിജീവിത തന്നെ എന്ന് വിളിക്കണം, റിപ്പോർട്ടറിന് അത് പറ്റുന്നില്ല. അതിജീവിതയാണ് ഇവിടുത്തെ ഇര എന്നുള്ള ഒരു തരത്തിലാണ് റിപ്പോർട്ടർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത്. അത് ഏതായാലും നന്നായി. കാരണം അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ ഇത്തരത്തിൽ നിലപാടെടുക്കുന്നവരുടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലപാടെടുത്തു എന്ന് അവർക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ വിത്ത് എക്സാമ്പിൾസ്. അതിൽ ആ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അതിജീവിതയെ ഇരയല്ല എന്ന് പറയാൻ സാധിക്കുക? ബ്രൂട്ടലി റേപ്പ് ചെയ്ത 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത FIR ഒക്കെ തന്നെ കോടതിയുടെ മുൻപാകെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഇരയായി നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. ആ ചോദ്യത്തിന് ഉള്ള മറുപടി കേട്ടു നോക്കൂ.